എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. എന്നാണ് ഗൈസ് നമുക്ക് വേറൊരു പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ബസ് ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്കാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറണം. അപ്പം നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും ഏതെന്ന് ചോദിച്ചാൽ നമ്മളൊരു പച്ച ഉടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഗൈസ് അങ്ങനെ പച്ച ഉടുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഉടുപ്പും കാര്യങ്ങളുമാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മൾ ഓട്ടിക്കാൻ പോകുന്ന ബസ്സിൻ്റെ പേരെന്ന് ചോദിച്ചാൽ KSRTC ആണ് ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മളെ സ്റ്റാൻഡിലോട്ടും കാര്യങ്ങളൊക്കെ പോകണം. നമ്മളെ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ പഴയ സ്ഥലത്തും കാര്യങ്ങളും അല്ലേ ഗൈസ്. അപ്പം വേറൊരു സ്ഥലത്തോട്ടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ഗൈസ് നമ്മളെ സ്റ്റാൻഡും കാര്യങ്ങളും. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ ഗൈസ് അപ്പം എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു ഷോറൂമിൻ്റെ ബാക്കിലും കാര്യങ്ങളുമാണ്. നമ്മളെ പണ്ടത്തെ ഷോറൂമിൻ്റെ ബാക്കിലും കാര്യങ്ങളുമാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബസ് സ്റ്റാൻഡ്. അപ്പം അങ്ങോട്ടും കാര്യങ്ങളുമാണ് നമ്മൾ വെച്ച് വിടുന്നത് ഗൈസ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗൈസ് നമ്മളെ ഷോറൂമിലോട്ട് കാണാൻ പോവുക ഗൈസ്. നമ്മളെ ഷോറൂമിൻ്റെ ബാക്കിലാണ് ഗൈസ് നമ്മളെ വണ്ടികൾ നിരന്ന് കിടക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ബൈക്കാണെങ്കിൽ അവിടെ വെച്ച് നിന്ന് പോയി, അതാണ് ഗൈസ് നമ്മളെ റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമുക്കാണെങ്കിൽ നേരെ അവിടെ പോയതിനു ശേഷം ഗൈസ് ബസ് ഓട്ടിക്കണം. നമ്മളിത് ഒന്നാമത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. എല്ലാവരും ഒന്ന് കയറി കാണുകവേ. അപ്പം ഞാനാണെങ്കിൽ ഫസ്റ്റ് ട്രൈ ആയിട്ടല്ല ബസ് ഓടിക്കുന്നത്, ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഗൈസ്. അപ്പം അല്ല സിറ്റി കൂടെ ഓടിക്കുന്നത്, അല്ലാതെ ഞാൻ കുറേ വട്ടം ബസ്സും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നേരെ ഗൈസ് ഇവിടെ ഷോറൂമിൻ്റെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഇതിൻ്റെ ബാക്കിലും കാര്യങ്ങളൊക്കെ നമ്മളെ ബൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കാം. ബൈക്കിൽ ഗൈസ് നമ്മളെ ബുള്ളറ്റ് എണ്ണാൻ. അപ്പം ഇവിടെ വരുമ്പോൾ ബുള്ളറ്റ് വന്നില്ലെങ്കിൽ അതിനൊരു മാസ് എൻട്രിയും കാര്യങ്ങളൊക്കെ വരത്തില്ല. അപ്പം ഇതിൽ നമ്മൾ ഏതാ വണ്ടി ഓട്ടിക്കുന്നത് വെച്ചാൽ നമ്മളെ വൈറ്റ് ബസ്സും കാര്യങ്ങളുമാണ് ഗൈസ് നമ്മളെ ഇന്നത്തെ റൂട്ട്. ഗൈസ് നമ്മളെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ ബസ്. ഇതാണ് ഗൈസ് ഇന്നത്തെ നമ്മളെ ബസ് ഡ്രൈവിങ്. അപ്പം ഇത് സിറ്റി എയർപോർട്ട്, സിറ്റി റെയിൽവേ സ്റ്റേഷൻ, സിറ്റി ബീച്ച് അതിലേക്കൂടെയൊക്കെയാണ് ഗൈസ് ഇത് പോകാൻ പോകുന്നത്. അപ്പം നമുക്ക് നൈസിന് വളച്ചെടുക്കാം ഗൈസ്. ഇത് നമ്മളെ ബസ്സൊന്നും അല്ലേ ഗൈസ്, ഇവിടുത്തെ സർക്കാരിൻ്റെ ആണ് ഗൈസ്. ഈ ബസ്സിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ടുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, നേരത്തെ പറയുകയും ചെയ്തായിരുന്നു ഗൈസ്. അത് ഒരു KSRTC ആണ് ഗൈസ്. അപ്പോൾ KSRTCക്ക് അറിയാലോ ഗൈസ് ഇങ്ങനെയൊക്കെ ഓട്ടിക്കേണ്ടുള്ള വർഷമൊക്കെ വളയ്ക്കാൻ പോലെ ചരിഞ്ഞ് വീരണ്ടുള്ള രീതിയിലാണ് ഗൈസ് വളയ്ക്കാനൊക്കെ പഠിക്കേണ്ടുള്ളത്. അപ്പം നമുക്ക് നൈസിന് ഗൈസ് ഇതിലേക്കൊക്കെ ഒന്ന് വളച്ചെടുത്തോണ്ട് പോവാം ഗൈസ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കാണുക. അപ്പം അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അത് വരും. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മൾ എങ്ങോട്ടാണ് ഗൈസ് പോകുന്നതെന്ന് നമുക്കറിയാമല്ലോ. നമ്മളാണെങ്കിൽ നേരെ നമ്മളെ എയർപോർട്ടിൽ സെക്ഷനിലോട്ടാണ് പോകുന്നത്. അതിനു മുമ്പേ നമുക്ക് ഗ്രാമത്തിൻ്റെ അവിടെയാണ് ഫസ്റ്റ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ സ്റ്റോപ്പ് ഇവിടെ ആയിട്ട് ഈ സിറ്റിയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും ഗൈസ്. ഈ ജംഗ്ഷനിൽ ഗൈസ് ഫസ്റ്റ് സ്റ്റോപ്പാണ് ഗൈസ് നമ്മളെ ഫസ്റ്റ് സ്റ്റോപ്പ്. അപ്പം ഇവിടാണ് ഗൈസ് ഫസ്റ്റ് സ്റ്റോപ്പ്. അപ്പം ആൾക്കാർ കയറി ഗൈസ് ഗൈസ് കയറി നമുക്ക് പോട്ടെ ഗൈസ്. ഇനി ഒരു വട്ടം ഇതിൽ നമ്മൾ കണ്ടക്ടർ ആവണമെങ്കിൽ നിങ്ങളൊന്ന് യെസ് എന്നൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോയിലിട്ട് നമ്മളിതൊരു കണ്ടക്ടർ ആയിട്ട് നിങ്ങളൊക്കെ വരുന്നതായിരിക്കും കണ്ടക്ടർ. അപ്പം കണ്ടക്ടറിൻ്റെ മലയാളം മീൻസ് എന്ന് വെച്ചാൽ കിളി ഗൈസ്. അപ്പം നമ്മൾ നേരെ ഗൈസ് ഈ ഒരു ഗ്രാമത്തിൻ്റെ ഇടയ്ക്കൂടെയാണ് പോകുന്നത് ഗൈസ്. ഒരു വൈബാണ് ഗൈസ് ഈ ഗ്രാമത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പോകുമ്പോൾ. ഒരു കയറ്റും റിവേഴ്സ് എടുത്ത് കൊടുത്തേക്കാം ഗൈസ്, പാവമാണ്. അവൻ്റെ വണ്ടിക്ക് കിവേഴ്സ് റെയർ ഇല്ല ഗൈസ്, മോഹൻലാലിൻ്റെ സിനിമയെ പോലെ. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് ഇതിലേക്കൊക്കെ കയറ്റി എടുത്തോണ്ട് പോവാം ഗൈസ്. ഇതിലേക്കൊക്കെ പോകുമ്പോൾ സ്ലോ മോഷൻ ഇടണം ഗൈസ്. അപ്പം ഗൈസ് നമ്മളെ നൈസിന് നമ്മൾ സ്ലോ മോഷനൊക്കെ ഇട്ട് ഗൈസ് നമ്മളെ മാസ് എൻട്രി കാര്യങ്ങളൊക്കെ കളറാക്കുകയാണ് ഗൈസ്. ഈ സിറ്റിന്ന് ഇങ്ങനെ ഒരു വളയ്ക്കലിങ്ങനെ വളച്ചെടുക്കാൻ എങ്ങോട്ടാണ് ഗൈസ് കയറി പോകുന്നത്? ഫുട്പാത്തിലോട്ട് ഗൈസ് നമ്മളെ നൈസിന് അറിയാതെ കയറി പോയിട്ടുണ്ട്. അതൊന്നും സാരമില്ല ഗൈസ്, നമുക്ക് ഇവിടെ ഇങ്ങനെയൊക്കെ ബസ് കയറിത്താൻ ഗൈസ്. ഇവിടെ ആയിട്ട് ചെറിയ സ്റ്റോപ്പുണ്ട്. അപ്പം ആ സ്റ്റോപ്പിലുള്ള എല്ലാവരും നമ്മളെ കയറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബസ്സിലാണെങ്കിൽ വെറും 65 പേരും ഇങ്ങനെ ഉള്ളു ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഇവിടെ ഒരു സ്റ്റോപ്പും കാണുന്നുണ്ട്. ഇവിടെയാണ് ഗൈസ് മെയിൻ സ്റ്റോപ്പ്. ചേച്ചികളൊക്കെ വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. ചേച്ചി കയറിക്കോ ഗൈസ്. അപ്പം അവരും കാര്യങ്ങളൊക്കെ കയറി ഗൈസ്. പിന്നെ കുറേ പേര് പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളെ വണ്ടിയാണെങ്കിൽ 20 ഗൈസ് 20,000 കിലോ കാര്യങ്ങളൊക്കെ ആണ് ഗൈസ് നമ്മളെ വണ്ടിയുടെ കപ്പാസിറ്റി. അപ്പം അതിൽ കൂടുതൽ കയറ്റിയാണെങ്കിൽ നമ്മളെ വണ്ടി അങ്ങ് തൂങ്ങും ഗൈസ്. അപ്പം അതൊന്നും കുഴപ്പമില്ല. നമുക്കാണെങ്കിൽ നേരെ ഇവിടെ ആയിട്ട്
കേട്ട ഗൈസ് നമ്മൾ നൈസിന് ഗൈസ് ഇവിടെ ആയിട്ടൊരു സ്റ്റോപ്പും കാര്യങ്ങളും ഉണ്ട്. പെട്രോൾ ജംഗ്ഷന് ഇവിടെ ഒരു ചെറിയ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മളെ വിദ്യാർത്ഥികളാണ് ഗൈസ് കൂടുതലും കയറുന്നത്. ഗൈസ് എല്ലാവരും കയറും ഓരോരുത്തരും കയറുകയാണ് ഗൈസ്. ഇപ്പം ഗൈസ് ഇവിടെ കുറേ പേര് ഇറങ്ങാനും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഇറങ്ങിക്കാറുണ്ട് ഗൈസ്. എൻ്റെ മോൻ ഒരു ലാൻഡ് ക്രൂസർ വരുന്നു ഗൈസ്. ഇവരെയൊക്കെ ഇടിക്കുകയാണെങ്കിൽ ഗൈസ് നമ്മളെ പൈസ എല്ലാം തീരും. അതുകൊണ്ട് തന്നെ ഇവരെ ഇടിക്കാൻ തന്നെ ഗൈസ് നമ്മൾ നേരെയാണ് ഗൈസ് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരെ പോകേണ്ട ഗൈസ്. അപ്പം നേരെ പോകുകയാണെങ്കിൽ പണി കിട്ടും. അവിടെ പോലീസ് ചെക്കിങ് ഉണ്ട്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ വണ്ടിക്കാണെങ്കിൽ ചെറിയ പൊല്യൂഷൻ ഉണ്ട് ഗൈസ്. പോലീസ് പിടിക്കുകയാണെങ്കിൽ ഗൈസ് നമ്മളെ വണ്ടിയും നോക്കും ഗൈസ്. പിന്നെ നമ്മളെ ജോലിയും പോവും. പിന്നെ എല്ലാം തീരുന്നോളും. അതുകൊണ്ട് തന്നെ ഈ ഒരു വരി പോവുകയാണെങ്കിൽ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ ഇതിലേക്കൂടെ ആണെങ്കിൽ കുറേ പേര് നടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ആയിട്ട് ഗൈസ് ഒരു ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണെങ്കിൽ നല്ലൊരു ഉപകാരവും കാര്യങ്ങളും ആവും. അപ്പം ഇങ്ങോട്ട് ഗൈസ് പുതിയൊരു ബസ് സ്റ്റാൻഡുകൾ നമ്മൾ പണിയാമെന്നാണ് നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഗൈസ് നമ്മൾ എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ നിന്ന് കുറേ പേര് കാണും ഗൈസ്. എങ്ങോട്ടെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ട്. അവിടെ നിന്നാണ് ഗൈസ് ഓരോ രാജ്യത്തിലോട്ട് പോകുന്നത്. നമ്മളെ ബസ് സ്റ്റാൻഡിൽ കുറേ ഉണ്ട്. ഇത് നമ്മളെ സിറ്റി ബസ്സും കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഓടിക്കുന്നത്. അപ്പോൾ സിറ്റി ബസ് ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ കറങ്ങത്തുള്ളൂ. അപ്പം ഇച്ചിരി കറങ്ങിയാൽ മതി ഗൈസ്. അപ്പം നമ്മളെ ഷിൻചാനും കാരണം സ്കൂൾ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഗേസ് ഞാൻ ഈ ഒരു പണിക്ക് ഇറങ്ങിയത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തായിരുന്നു ഗേസ് ഞാനാണെങ്കിൽ പണിക്ക് അയാൾക്ക് ഇറങ്ങിയത്. എൻ്റെ പൊന്നെ അയാളെ ഇടിച്ചു ഗേസ്. ഇവിടെ ആയിട്ട് ചെറിയ സ്റ്റോപ്പും ഉണ്ട്. ഇത് ബീച്ച് സ്റ്റോപ്പും ആണ്. ഇവിടെ ആണെങ്കിൽ വലുതായിട്ട് ഗേസ് ഇവിടെ ആരും ഇല്ലായിരുന്നു ഗേസ് ഇറങ്ങാൻ. നമ്മളിവിടെ വെറുതെ വന്നു ഗേസ്. ഇവിടെ ഒറ്റൊരു മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ലായിരുന്നു ഗൈസ് ഇവിടെ ഇറങ്ങാൻ. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. നമുക്കാണെങ്കിൽ 2 രൂപ ഇത് നഷ്ടവും കാര്യങ്ങളൊക്കെ എൻ്റെ പൊന്നോ പോലീസ് സ്റ്റേഷൻ ഗൈസ്. പോലീസ് പിടിക്കില്ല ഗൈസ്. പുകയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. നല്ല രീതിക്ക് പുകയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല ഗൈസ്. സേഫ് സോണാണ് ഗൈസ്. അപ്പം എങ്ങനെയാണെങ്കിൽ ഗൈസ് പോലീസിൻ്റെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഗൈസ് ഇവിടെ എയർപോർട്ടിലോട്ട് ഇവിടാണ് ഗൈസ് നമ്മൾ നിർത്തേണ്ടുള്ള ഏരിയയും കാര്യങ്ങളും നമുക്ക് തന്നിട്ടുള്ള എയർപോർട്ടിൽ നിന്നൊരു ഭാഗങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് ഇവിടാണ്. അപ്പം ഗൈസ് ഇവിടുത്തെ എല്ലാവരും കയറിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ കുറേ പേരുണ്ട് ഗൈസ്. ഇന്നും പ്ലെയിനിൽ നിന്ന് വന്നത് 30 പേരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. കുറേ പേരെന്ന് വെച്ചാൽ 30 പേരും കാര്യങ്ങളൊക്കെ എയർപോർട്ടിൽ നിന്ന് ഗൈസ് നമ്മളെ ബസ്സിലോട്ട് കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. എല്ലാവരും സർപ്രൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിരിക്കും ഗൈസ്. അപ്പോൾ എന്തെന്ന് നമുക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമ്മൾ ഗൾഫിൽ പോയി അധ്വാനിക്കണമെന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അതോ ഗൈസ് ഈ നാട്ടിൽ കിടന്ന് ഇതേണക്കത്തെ ബസ് ഓട്ടങ്ങൾ ചെയ്യണോ ഗൈസ്. അപ്പം ഗൈസ് നമുക്കാണെങ്കിൽ നേരെ ഗൈസ് നമ്മൾ കയറി ചെന്നതിന് ശേഷം ഇതിലേക്കടാണ് ചെറിയ റൂട്ടും കാര്യങ്ങളുണ്ട്. ഇതിലേക്കടാണ് ഗൈസ് നമുക്കിപ്പോൾ പോകേണ്ടുള്ള റൂട്ടിങ്. അപ്പം റൂട്ട് കാണിക്കുന്ന നമ്മൾ പോവാവോ അല്ലെങ്കിൽ നമ്മളെ സർക്കാർ കാരണം നമ്മളെ പൈസയിൽ നിന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അവിടെയാണെങ്കിൽ ഞാൻ ചെറിയൊരു ഇത് കാണിച്ചു. അത് കുഴപ്പമില്ല ഗൈസ്. അത് പിടിച്ചോട്ട് സർക്കാർ. എന്നാലേ ഗൈസ് നമ്മളെ ജോലി പോവാതിരിക്കത്തുള്ളൂ ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ ഗൈസ് ഇതിലെയാണ് ഗൈസ് അടുത്ത വഴിയും കാര്യങ്ങളൊക്കെ വരുന്നത്. പണ്ടത്തെ ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു. ഇപ്പോഴത്തേക്ക് ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ മാറ്റി. അന്ന് വെച്ചാൽ അവിടെ ഞാൻ പറഞ്ഞായിരുന്നില്ല ഗൈസ് അന്നൊരു അഡ്ജസ്റ്റ് ചെയ്തൊരു ബസ് സ്റ്റാൻഡ് കാര്യങ്ങളാണ്. ഇപ്പോഴത്തേക്കാണെങ്കിൽ ചെറിയൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഷോറൂമിൻ്റെ ബാക്കിലൊക്കെ അവർക്ക് അത്യാവശ്യം പറ്റുന്ന കണക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഷോറൂം കാളിൽ അവർ പണിയുന്നതായിരിക്കും ഗൈസ്. നമ്മളെ ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് അവർ പണിയുന്നതായിരിക്കും എന്ന് സർക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളെ ഓടിക്കിട്ടുന്ന പൈസകളിൽ ഇപ്പോൾ നമുക്കൊരു 1000 രൂപ കിട്ടിയെങ്കിൽ ഗൈസ് 500 രൂപ അവർ പിടിക്കും ഗൈസ്. പിന്നെ നമുക്ക് 511 രൂപ ഇങ്ങോട്ട് തരത്തേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കാണുക ഗൈസ്. അപ്പോൾ അടിപൊളി ഒരു വീഡിയോകളുമാണ് അത് ഫസ്റ്റ് പാർട്ട്. നമ്മളിതിനകത്ത് തന്നെ കിടപ്പുണ്ട്. എല്ലാവരും ഒന്ന് കയറി സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ മതി. സ്ക്രോൾ ചെയ്താണെങ്കിൽ ഗൈസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കാണുക ഗൈസ്. ഇവിടുന്ന് നമ്മൾ നേരെ ഗൈസ് നമ്മൾ വളഞ്ഞു പോകണം ഗൈസ്. ഇവിടെ ആണെങ്കിൽ റൈഡിങ് മത്സരങ്ങൾ നടപ്പുണ്ട്. ഇവിടെ ആയിട്ട് വലിയ ആൾക്കാരൊന്നും ഇല്ല ഗൈസ്. ഈ മാസങ്ങളാണ് ഇപ്പോൾ ഇവിടുത്തെ റൈഡിങ് തുടങ്ങുന്നത്. ഇവിടെ വന്നിട്ട് ഒറ്റൊരു മനുഷ്യക്കുഞ്ഞോ ഒരു പട്ടിക്കുഞ്ഞ് പോലും ഇല്ല ഗൈസ്. ഇപ്പം നമ്മളെ നാട്ടിലെ മരങ്ങളൊക്കെ നിന്നു ഗൈസ്. നിങ്ങളുടെ നാട്ടിൽ മരമുണ്ടോ എന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം നമ്മളങ്ങനെ ഇതിൽ നമ്മൾ നേരെയല്ല ഗൈസ് പോകുന്നത് ഗൈസ്. നമ്മൾ ബീച്ച് റൂട്ടിലോട്ടും കാര്യമാണ് പോകുന്നത്. അപ്പം അവിടെ ആണെങ്കിൽ കുറേ ആൾക്ക് നമുക്ക് ഇറങ്ങാനും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പം അവരെയൊക്കെ ഇറക്കണം. പിന്നെ നമ്മൾ ഉടനെ തന്നെ ഗൈസ് നമ്മൾ ഗൾഫിലോട്ട് പോകുന്നതായിരിക്കാം. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഗൈസ് നമ്മൾ മുടിയാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നമ്മളാണെങ്കിൽ ഇപ്പോൾ 1 രൂപ പോലും ഇല്ല ഗൈസ്. നമ്മളെ ഷോറൂമിൻ്റെ കീയും കാര്യങ്ങളും നമ്മളതിൽ ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഗൈസ് വലിയ പണിയും കാര്യങ്ങളൊക്കെ ആവും. അപ്പം അതൊക്കെ കുഴപ്പമില്ല ഗൈസ്, നമ്മളതൊക്കെ സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. ഷിൻചാനാണെങ്കിൽ ഇനി ഫീസ് അടയ്ക്കണം ഗൈസ്. ഇനി സീനായിട്ട് ഇരിക്കുകയാണ് ഗൈസ്. എനിക്ക് വിഷമം കാരണം വയ്യ ഗൈസ്. അപ്പം കുറേ ടൈറ്റിങ്ങായിട്ടും ആണ് ഗൈസ് ഇപ്പം നമ്മൾക്കാണെങ്കിൽ ഇതിലേ കയറി നമുക്ക് പോവാം ഗൈസ്. ഇവിടെ ഒറ്റ മനുഷ്യനില്ല ഗൈസ്, സ്റ്റോപ്പൊന്നും ഇവിടെയും ഇല്ല ഗൈസ്. ഇന്നപ്പോൾ ഫണ്ട് കുറവായിരിക്കും ഗൈസ് നമുക്കുള്ള ഗൈസ്. അപ്പം നമുക്കാണെങ്കിൽ നേരെ പോകണം. നമ്മളെ ഷിൻചാനാണെങ്കിൽ ഇതുവരെയായിട്ട് നാട്ടിൽ വന്നിട്ടില്ല. ഷിൻചാൻ അന്ന് പോയതാണ് ഗൈസ്, പിന്നെ ഷിൻചാൻ വന്നിട്ടില്ല. ഇനി കുറേ ദിവസം കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. നമ്മളെ നേരത്തെ പോയ ബസ്സുകളെല്ലാം വന്നിട്ടുണ്ട് ഗൈസ്. നമ്മളാണ് ഗൈസ് ഇവിടെ താമസിച്ച് വരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഓട്ടോകളും ഉണ്ട്. ഇനിയും ഗൈസ് ഇതിൽ പല ബസ്സുകളും എടുത്തിട്ടില്ല. ഇനിയാണ് ഗൈസ് ഇതിൽ പല ബസ്സുകളൊക്കെ എടുക്കുന്നത്. സോ ഈ റെഡ് ബസ്സുകൾ വണ്ടിയായിട്ടില്ല ഗൈസ്. മഞ്ഞ ബസ് എടുത്തിട്ടുണ്ട് ഗൈസ്. മഞ്ഞ ബസ്സെന്ന് വെച്ചാൽ വേറെ സിറ്റിയിലല്ല, ഇത് ബീച്ച് സൈഡിലാണ് ഫുള്ള് മഞ്ഞ ബസ്. അപ്പോൾ ഓരോ കളറിനും ഓരോ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അതൊക്കെയാണ് ഇതിൽ ഓരോ കളർ കൊടുത്തേക്കുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.